ആര്യ രാജേന്ദ്രൻ്റെ നേതൃപാടവത്തിൻ്റെ ഗുണമെന്താണെന്ന് ഈ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദൃശ്യമാണ്. റെഡ് വോളണ്ടിയേഴ്സിനെ നയിക്കുന്ന ആര്യ രാജേന്ദ്രൻ മേയർ പദവി മാത്രമല്ല, ആ പദവിയുടെ തലക്കനമില്ലാതെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചുവന്ന സേനയെ നയിക്കാൻ തനിക്ക് മാനസികമായിട്ട് ഇപ്പോഴും ശേഷിയുണ്ട്. മേയർ പദവിയിൽ ഇരുന്നത് കൊണ്ട് അത്തരം തലക്കനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. CPM ജില്ലാ സമ്മേളനം ആരംഭിച്ചതിന് പിന്നാലെ ആര്യയെ കേന്ദ്രീകരിച്ച് വാർത്തകളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഈ ദൃശ്യം പുറത്തു വരുന്നത്. കണ്ടല്ലോ, എത്ര പക്വതയോടുകൂടിയാണ് മേയർ എന്ന പദവിയിൽ നിന്ന് റെഡ് വോളണ്ടിയേഴ്സിൻ്റെ ക്യാപ്റ്റനായിട്ട് അതിനെ ലീഡ് ചെയ്യുന്നത് നോക്കിയേ. ആ ലീഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ എവിടെയെങ്കിലും മേയർ പദവിയിലിരുന്ന ഒരു വ്യക്തിയുടെ ശരീരഭാഷ ഉണ്ടോ എന്ന് നോക്കൂ. അതാണ് അടിമുടി രാഷ്ട്രീയമായിട്ടുള്ള വ്യക്തിത്വം. വ്യക്തിയുടെ നേതൃപാടവത്തെ ഏതെങ്കിലും പദവികൾ സ്വാധീനിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ്. ഒന്ന് ആലോചിച്ചാൽ മതി, ഇത്തരം പദവികൾ അലങ്കരിച്ച എത്ര പേർ ഈ കാണുന്ന മെയ്വഴക്കത്തോടുകൂടി ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റെഡ് വോളണ്ടിയർ പരേഡിനെ നയിക്കും. ചിലപ്പോൾ മനസ്സ് അനുവദിച്ചില്ല എന്ന് വരും. പക്ഷേ അതല്ല, എന്ത് ദൗത്യമാണോ ഏൽപ്പിക്കുന്നത് അത് ഏറ്റെടുക്കാൻ ശേഷിയുണ്ടെന്നും അത് ഏറ്റെടുക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി തനിക്കുണ്ട് എന്ന് ആര്യ തെളിയിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ആര്യയ്ക്കെതിരെ നിരന്തരം വാർത്തകൾ, അതും ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് രൂക്ഷ വിമർശനം. മേയർ പോരാ എന്നൊക്കെ പറഞ്ഞെങ്കിലും പാർട്ടിക്ക് എന്താണ് ആര്യയെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിമർശന പ്രളയങ്ങൾക്കിടയിലും ജില്ലാ കമ്മിറ്റിയിലേക്ക് നേരിട്ടവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിവില്ല, പെർഫോമൻസ് പോരാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ചില നിക്ഷിപ്ത താല്പര്യക്കാരും അതെല്ലാം ചില മാധ്യമ കൂലിയെഴുത്തുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തിയുടെ കഴിവിനെയും പ്രാപ്തിയെയും നശിപ്പിക്കാനുള്ള പരിശ്രമമാണെന്ന് ഇടതുപക്ഷം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ആര്യയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടുള്ളത്. എന്തായാലും വാർത്ത കൊടുത്ത് ഒരു വനിതാ നേതാവിനെ ഇല്ലാതാക്കാമെന്ന് ധരിച്ചവർക്ക് പാർട്ടി കൊടുത്ത ഉശിരൻ മറുപടിയാണ് ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള തിരഞ്ഞെടുക്കൽ. എന്തായാലും ആ തിരഞ്ഞെടുക്കലിന് ശേഷം വൈകിട്ട് നടന്ന പൊതുസമ്മേളനത്തോടനുബന്ധിച്ചുള്ള പദയാത്രയിലാണ് ഈ ദൃശ്യം കൂടി കണ്ടത്. അതിൽ ഒരു വ്യക്തിക്ക് മേയർ എന്ന പദവി വഹിച്ചിരുന്നതുകൊണ്ട് മാപ്രകൾ സൃഷ്ടിച്ചെടുത്ത ആ തലക്കന പദപ്രയോഗം ഉണ്ടല്ലോ, ഒട്ടും ചേരത്തില്ല. എന്താണോ ഒരു കേഡറായ വ്യക്തിയോട് പാർട്ടി ആവശ്യപ്പെടുന്നത് അതാകാൻ കഴിയുമെന്ന് ആര്യ നിഷ്പ്രയാസം തെളിയിച്ചിരിക്കുകയാണ്. ആ വേഷത്തിൽ അത്തരമൊരു പരേഡിന് ഇറങ്ങുമ്പോൾ മേയർ ആയിരുന്നതുകൊണ്ട് അവർ ഒട്ടും ബുദ്ധിമുട്ടുന്നതായി കണ്ടതുമില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ബാലസംഘത്തിലൂടെയും പിന്നീട് റെഡ് വോളണ്ടിയറിൻ്റെയൊക്കെ ക്യാപ്റ്റനായിരുന്ന ആര്യ ഇന്നും മേയർ പദവിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും മാനസികമായിട്ടൊരു മാറ്റവും വന്നിട്ടില്ല. ഏത് ലീഡർഷിപ്പിലേക്കും കഴിവുറ്റ സ്ത്രീയാണെന്ന് അവർ സ്വന്തം പ്രവൃത്തി കൊണ്ട് തന്നെ തെളിയിച്ചിരിക്കുകയാണ്.